ഹലോ എവരിവൺ. ഞാൻ ഇന്ന് പറയാണ്ട് പോകുന്നത് നമ്മളെല്ലാവരും ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നവരാണല്ലേ. അപ്പം ഗൂഗിൾ ആഡ്സ് അല്ലാതെ കുറേയധികം അഡ്വർടൈസിങ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആഡ്സെൻസ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ മാത്രം അഡ്വർടൈസിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. അതിനും അപ്പുറമായിട്ട് പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അതിൽ നമുക്ക് എങ്ങനെ അഡ്വർടൈസിങ് ചെയ്യാമെന്നാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പേര് റിയാസ്. മാർക്കറ്റ് ആഡ്സിൻ്റെ പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള അഡ്വർടൈസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്വർടൈസിങ്സും അതുപോലെ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചിട്ടൊക്കെ റിവ്യൂ ചെയ്യുന്നൊരു ചാനലും കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ തബുല എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതുപോലെ കുറേയധികം DSP/SSP പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ തബുല എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ് ഇതിൽ കുറേയധികം ഈ സെയിം ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നവർക്ക് സെയിം ഫീച്ചേഴ്സാണ്. ഗൂഗിൾ ആഡ്സിൽ എങ്ങനെയൊക്കെയാണോ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് അതുപോലെ സെയിം ഫീച്ചേഴ്സാണ് ഇതിൽ വരിക. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് റിയൽ ടൈം ടാർഗറ്റിംഗ് ആണ്. അത്രയും ആക്യുറേറ്റ് ആയിട്ടാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ കുക്കീസ് എന്നൊക്കെ പറയുമല്ലോ, കുക്കീസ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലുള്ള ഐറ്റം നമുക്ക് വേറെ വെബ്സൈറ്റിൽ കാണിക്കും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കയറി കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വേറൊരു വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ന്യൂസ് ചാനൽ വെബ്സൈറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്ലിപ്കാർട്ടിലുള്ള ആ പ്രൊഡക്റ്റിനെ നമുക്ക് ഈ പറയുന്ന ന്യൂസ് ചാനൽ കാണിക്കാൻ റീടാർഗറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റും. അത് കുക്കീസ് വഴിയായിട്ടാണ് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെയാണ് നമുക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ സാധിക്കുക? പലരുടെയും ഒരു വിചാരമുണ്ട് ഈ പറയുന്ന പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് മുടക്കി ചെയ്യേണ്ടതാണ്, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ CPC എന്നൊക്കെ പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10 to 50 സംതിങ് പെർ ക്ലിക്കിന്, കോസ്റ്റ് പെർ ക്ലിക്കിനൊക്കെ ആ ഒരു എമൗണ്ടൊക്കെ വരുന്നുള്ളൂ. 10 rupees to 50 rupees ഇടയിലൊക്കെ ആ ഒരു എമൗണ്ട് വരുന്നുള്ളൂ. അപ്പോൾ വേരി ചെയ്തിരിക്കും ഡിഫറെൻറ്റ്. അതാണ് ഞാൻ ഒരു ഗ്യാപ്പ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത്ര രൂപ തൊട്ട് ഇത്ര രൂപ വരെയാണ് അതിൻ്റെ ഒരു എമൗണ്ട് വരിക CPCയുടെ. ഓക്കെ. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഞാൻ ഓൾറെഡി 2-3 ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ, അതിന് മുന്നേ ആയിട്ട് taboola.com ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. അവിടെ ഈ പറയുന്ന ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ പാസ്വേഡും യൂസർ നെയിമും കിട്ടും. എന്നിട്ട് നമുക്ക് അതിൽ കയറി ഈ ഒരു പേജ് വരും. ഈ പേജ് വരുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ക്യാമ്പയിൻസ് ഉണ്ട്, ട്രാക്കിംഗ് ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്യാം. ക്യാമ്പയിൻസ് ആണ് ഈ ഫസ്റ്റ് പേജ് കാണുന്നത്. അപ്പോൾ ക്യാമ്പയിൻസിൽ നമുക്കിപ്പോൾ ഓൾറെഡി 2 ക്യാമ്പയിൻസ് ഇത് റണ്ണാക്കിയിട്ടില്ല. ജസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അധികം ഈ പറയുന്ന പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് ആരും ചെയ്ത് കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ സിമിലർ ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഗൂഗിൾ ആഡ്സ് ഇല്ലാത്ത കുറേ അധികം പ്രീമിയം വെബ്സൈറ്റ് ആണ് ഇതിൽ കാണുന്നത്. ഓക്കെ, അത് നന്നായിട്ട് അഡ്രസ്സ് ചെയ്യണം. പ്രീമിയം വെബ്സൈറ്റ് ആണ്. എന്നാൽ പ്രീമിയം വെബ്സൈറ്റിന് ഒരിക്കലും ഗൂഗിൾ ആഡ്സിന്റെ വരുമാനം അവർക്ക് വേണ്ട എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു ആഡ്സെൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ആഡ്സെൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വെബ് പേജ് ഉണ്ട്. ആ വെബ് പേജിൽ നമുക്ക് അഡ്വർടൈസിങ് കാണിക്കണം മറ്റുള്ള കമ്പനീസിന്റെ. അപ്പോൾ നമുക്ക് ആഡ്സെൻസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കമ്പനീസിന്റെ അഡ്വർടൈസ്മെന്റ് അതിൽ കാണിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഗൂഗിളിന്റെ ആഡ്സെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാത്ത കുറെ അധികം വെബ്സൈറ്റുകളുണ്ട്. നല്ല ഹൈ ട്രാഫിക് എന്ന് വെച്ചാൽ ഈ പറയുന്ന ന്യൂസ് ചാനൽസിന്റെ വെബ്സൈറ്റുകളുണ്ട്. അതുപോലെ പല ടൈപ്പ് ഹൈ ട്രാഫിക് ഉള്ള കുറെ അധികം വെബ്സൈറ്റുകളുണ്ട്. അപ്പൊ അതിലോട്ടൊക്കെ അഡ്വർടൈസ്മെന്റ് ഇവര് ആഡ്സെൻസ് ഓഫാക്കിയിട്ടിട്ട്
ഇവര് ഇങ്ങനെയുള്ള ആഹ് ആഹ് ഇങ്ങനെയുള്ള വെബ്സൈറ്റിലായിരിക്കും ഇവർ ഇവരുടെ ആഡ് സ്പേസ് ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ക്യാമ്പയിൻ എടുക്കുക, പുതിയ ക്യാമ്പയിൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ റിയൽ എസ്റ്റേറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, റിയൽ എസ്റ്റേറ്റിൻ്റെ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ പറയുന്ന ഇത് കോപ്പൈലറ്റ് ആണ്, ഇതിൽ അടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഹെഡ്ലൈൻ കൊടുക്കാം. ഹെഡ്ലൈൻ ഞാൻ ഓൾറെഡി ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് താമസമുള്ളതുകൊണ്ട്, നമ്മൾ അടിച്ചു കൊടുക്കാൻ വേണ്ടി താമസമുള്ളതുകൊണ്ട് ഇതെല്ലാം ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രാൻഡ് നെയിം, മാർക്കറ്റ് ആഡ്സ്, കമ്പനിയുടെ പേര് കൊടുക്കാം. എന്ന് വെച്ചാൽ മാർക്കറ്റ് ആഡ്സ് എന്ന് പറയുന്നത് ഒരു പിന്നെ അഡ്വർടൈസിങ് കൺസൾട്ടിങ് ഫേം ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇപ്പോൾ ബ്രാൻഡ് അവയർനെസ് ഉണ്ട്, വെബ്സൈറ്റ് എൻഗേജ്മെന്റ് ഉണ്ട്, ലീഡ് ജനറേഷൻ ഉണ്ട്, ഓൺലൈൻ പർച്ചേസ് പ്രൊമോഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ലീഡ് ജനറേഷൻ എടുക്കാം. എന്ന് വെച്ചാൽ ലീഡ് ജനറേഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ലീഡുകൾ കിട്ടും. ഈ വെബ്സൈറ്റ് എൻഗേജ്മെന്റ് ആകുമ്പം അനാവശ്യമായിട്ടുള്ള ആൾക്കാരും വന്ന് വെബ്സൈറ്റ് പിന്നെ വ്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലീഡ് ജനറേഷൻ ആകുമ്പോൾ നമുക്ക് ട്രാക്കിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം അതിൽ എന്തെങ്കിലും ഒരു ഫോം കൊടുത്തിട്ട് അത് ഡീറ്റെയിൽസ്, അവരുടെ ഡീറ്റെയിൽസ് ഇട്ടിട്ട് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഫോം കൊടുത്തിട്ട് ആ ക്ലിക്ക് ചെയ്യുന്നൊരു ഏരിയ ഉണ്ടല്ലോ, ആ ക്ലിക്ക് ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ ട്രാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അങ്ങനെയുള്ള ഓഡിയൻസ് നമുക്ക് കൂടുതൽ കാണിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതെല്ലാം ഓൾറെഡി പ്രീഫിൽഡ് ആണ്. അപ്പോൾ ഇത് സ്പെസിഫിക് ആയിട്ടുള്ള വേഴ്സും കാര്യങ്ങളും ഇപ്പോൾ 24/7 എന്നുവെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ ഇതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസിനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഓഡിയൻസ് ഏത് ടൈമിലേക്ക് വരുമ്പോഴും നമുക്ക് അഡ്വർടൈസ്മെന്റ് കാണിക്കണം. ഓക്കെ, പിന്നെ ഈ ടാർഗറ്റിംഗ്, ലൊക്കേഷൻ നമുക്ക് ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് കൊച്ചിയിലുള്ളൊരു ഫ്ലാറ്റാണ് നമുക്ക് വിൽക്കേണ്ടത്. കൊച്ചിയിലുള്ള ഫ്ലാറ്റാണ് വിൽക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ത്യ കൊടുത്തിട്ട് സിറ്റി നമുക്ക് കൊടുക്കാം. അതായത് സിറ്റി അല്ല, നമുക്ക് ഇന്ത്യ റീജിയൻ കൊടുക്കാം. ഓക്കെ, റീജിയൻ കേരള, ബാംഗ്ലൂർ ഇവിടെ കിട്ടുമെന്ന് അറിയത്തില്ല. ഈ പ്രധാനപ്പെട്ട ഏരിയാസ് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം. Sorry guys. കൊച്ചി, ബാക്കിയെല്ലാം കൂടെ ഓക്കെ. ഇനി നമുക്ക് ബോംബെ, നമുക്ക് ഓൾറെഡി നമ്മൾ കോപ്പൈലറ്റിൽ നമുക്ക് ഇങ്ങനെയുള്ള AI ടൂൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ചിലപ്പം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഇപ്പം ഇതിൽ ഞാൻ അടിച്ചിട്ടുള്ളൂ. ഓക്കെ,
ഈ രണ്ട് ഏരിയാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയാസ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. നിങ്ങളുടെ ഓഡിയൻസ് എവിടെയൊക്കെ ഉണ്ടോ, അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇപ്പം ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ അതിൻ്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും ഇന്ന ഏരിയാസിൽ നിന്നാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് പിന്നെ ലീഡ്സ് വരുന്നത്. അപ്പോൾ ആ ലീഡ്സ് വരുന്ന ഏരിയാസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം പ്ലാറ്റ്ഫോംസ് നമുക്ക് മൊബൈലാണ് കൂടുതലായിട്ട് ആൾക്കാർ വാച്ച് ചെയ്യുന്നത്. അപ്പം മൊബൈൽ മാത്രമായിട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു പ്രീമിയം ആയിട്ടുള്ളൊരു സെഗ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് ഡെസ്ക്ടോപ്പ് യൂഷ്വലി അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഡ് എമൗണ്ട് വരിക എന്ന് പറയുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം അത് കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇൻവെന്ററി ടൈപ്പ് ഇപ്പം വെബിലാണ് ആപ്പിലാണ് രണ്ടിലും നമുക്ക് കാണിക്കണം. നമ്മുടെ അഡ്വർടൈസ്മെന്റ് കാണിക്കണം. പിന്നെ കണക്ഷൻ ടൈപ്പ് അത് കൊടുക്കണ്ട. ഓപ്പറേഷൻ സിസ്റ്റം അപ്പം നമുക്ക് ഏതിലൊക്കെയാണ് ഇപ്പം പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്കിൽ മാത്രമായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ മാക്കിൽ മാത്രമായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം അങ്ങനെയുള്ള പ്രീമിയം ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇപ്പം ചിലവരൊക്കെ ഈ ആൻഡ്രോയിഡ് മൊബൈല് ഹൈ എൻഡ് മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം അവരെ മിസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. എന്നാലും നമുക്ക് ഇത് ഇങ്ങനെ സംഭവം ഇടാം. ഓക്കെ, ബ്രൗസർ നമുക്ക് ഇപ്പം മൊബൈൽ ഇപ്പം ആപ്പിൾ ഉപയോഗിക്കുന്നവരാണ് സഫാരി ഉപയോഗിക്കുക. അപ്പോൾ ഓൾറെഡി ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കൊടുത്തില്ലെങ്കിലും വിഷയമില്ല. സഫാരി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തില്ലെങ്കിലും വിഷയമില്ല. നമുക്ക് സെലക്ട് പെട്ടെന്ന് നമുക്കത് പിന്നെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ളതാണ്. ഏതൊക്കെ വെബ്സൈറ്റ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഇപ്പം നമുക്ക് XXX എന്ന് പറഞ്ഞ അടിച്ചു കൊടുത്താൽ ഇപ്പം 18+ ആയിട്ടുള്ള കുറേയധികം സൈറ്റ്സ് ഉണ്ട്. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്തിടാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പം അതൊന്നും ഞാൻ മെയിനായിട്ട് നോക്കുന്നില്ല. ഇപ്പം ബ്രാൻഡ് സേഫ്റ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി പ്രീ ബിഡ് ബ്രാൻഡ് ടാർഗറ്റ് കാറ്റഗറീസ് പേജ്. അപ്പോൾ നമുക്ക് ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് മാത്രമുള്ള ആൾക്കാരെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കാണിക്കാവുന്നതാണ്. ഏതൊക്കെ ഏരിയാസ് ഇപ്പം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പേജസിലാണ് ആപ്പിലാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇന്റർനെറ്റ്, ടെലികോം, ഓൺലൈൻ ഷോപ്പിംഗ്, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിലും വിഷയം അത്രയും നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ യുവർ ടാർഗറ്റ് ടു നാരോ ഉണ്ട്. ഓൾറെഡി നാരോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവര്. അപ്പം ടോപ്പിക് സെഗ്മെന്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുക റിയൽ എസ്റ്റേറ്റ് എന്നുള്ള ടോപ്പിക് സെഗ്മെന്റ് കൊടുക്കാം. അപ്പം വേറൊരു പേജിലോട്ട് പോകും. അതിൽ നിങ്ങൾ സെഗ്മെന്റ് നെയിം റിയൽ ടോപ്പിക് ഇംഗ്ലീഷ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഓൾറെഡി അതുണ്ട്. അപ്പം അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട്
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ലൊക്കേഷൻ കൺട്രി. BCD കാണിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോംസിലെല്ലാം ആർട്ടിക്കിൾസ് ആണേലും പ്ലാറ്റ്ഫോംസിലെല്ലാം റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇതില് പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് കുറെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊക്കെ ഏരിയാസ് ആണ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. റിയൽ എസ്റ്റേറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് ഓക്കെ റിയൽ എസ്റ്റേറ്റ് ഇപ്പം വന്നിട്ടുണ്ട്. അവിടെ ലോഡായപ്പോഴാണ് ഇവിടെ ലോഡായത്. ഓക്കെ, പിന്നെ ഓഡിയൻസ് ടാർഗറ്റിങ് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. മാർക്കറ്റ് പ്ലേസ് ഓഡിയൻസ് ടാർഗറ്റ് ഫസ്റ്റ് പാർട്ടി ഡാറ്റയുണ്ട്, തേർഡ് പാർട്ടി ഡാറ്റയുണ്ട്. ഫസ്റ്റ് പാർട്ടി ഡാറ്റ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തന്നെ തബുല്ലയുടെ തന്നെ കുറേയധികം ഡാറ്റാസ് ഉണ്ട്. അതിൽ നമുക്ക് പിന്നെ കാണിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് പാർട്ടി ഡാറ്റ എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി ഡാറ്റ എന്ന് പറയുമ്പം തേർഡ് പാർട്ടിയിലൂടെ കിട്ടുന്ന കുറേയധികം ഡാറ്റാസ് ഉണ്ട്, തബുല്ലയ്ക്ക് ഉണ്ട്. അപ്പം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ഓഡിയൻസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഡെമോഗ്രാഫിക്സ്, ഹോം ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് നല്ലൊരു ഏരിയ ആണ്. ഇൻവെസ്റ്റേഴ്സ് പിന്നെ വരാത്തതാണ്, എന്തൊരു പ്രോബ്ലം പറ്റിയതാണ്. നമുക്ക് സോറി ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് ഇവിടെ എത്തി. അപ്പം നമുക്ക് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഇതിലാണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലോട്ട് എത്തിയാണ് പറ്റുന്നത്. അപ്പം നമുക്ക് ഇതിൽ ഓഡിയൻസ് ടാർഗറ്റിംഗ് നമുക്ക് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റുമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇൻട്രസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ബൈയിങ് സെല്ലിങ് ഹോംസ് എന്നുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ബിസിനസ് ഇൻഡസ്ട്രി റിയൽ എസ്റ്റേറ്റ്. ഇപ്പം നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് തന്നെ എന്താണ് ഫ്ലാറ്റ് അല്ല വിൽക്കുന്നത്. അപ്പം ബിസിനസ് ഇപ്പം നിങ്ങളൊരു ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഹൗസ് ഹോൾഡ് പ്രോപ്പർട്ടീസ്, അസറ്റ്സ്, റിയൽ എസ്റ്റേറ്റ്, ഹോം ഓണർ, സിംഗിൾ ഫാമിലി എന്നൊക്കെ പറയുന്ന ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ബിസിനസ് ഇൻഡസ്ട്രി, മീഡിയ, റിയൽ എസ്റ്റേറ്റ് ഉള്ള കുറേ അധികം ഡെമോഗ്രാഫിക്സ് ഉണ്ട്. നമുക്ക് ഇത്രയും ഡീപ്പായിട്ട് നമുക്ക് ഗൂഗിൾ ആഡ്സിൽ കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ അധികം സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് നമുക്ക് ഡെമോഗ്രാഫിക്സ് കിട്ടുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിന്നെ ഈ പ്ലാറ്റ്ഫോംസിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓഡിയൻസ്
ഇത് ഓൾറെഡി ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഓഡിയൻസ് ആണ് നിങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിൽ വരുന്നത് ബഡ്ജറ്റ് ആൻഡ് ബിഡിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ബഡ്ജറ്റ് ആൻഡ് ബിഡിങ്ങിൽ നമുക്ക് പെർ ഡേ 500 എങ്കിലും മിനിമം കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പം മന്ത്ലി 20,000 വെച്ചിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചോ. ആഡ് ഒപ്റ്റിമൈസേഷൻ ഇപ്പം A/B ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മറ്റേതിൽ A/B ടെസ്റ്റിംഗ് ഉണ്ടെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ക്രിയേറ്റീവ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ A/B ടെസ്റ്റിംഗ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള പിന്നെ ക്രിയേറ്റീവ് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്വർടൈസിങ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്വർടൈസിങ് അതിൽ കൂടുതലായിട്ട് കാണിക്കും. എന്ന് വെച്ചാൽ ഏത് നമ്മളിപ്പോൾ ലീഡ് ജനറേഷൻ ആഡ്സ് അല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ ലീഡ് ജനറേഷൻ കൂടുതലായിട്ട് വന്നിട്ടുള്ള ഏത് ക്രിയേറ്റീവിൽ നിന്ന് അത് ക്യാച്ച് ചെയ്യും. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കൂടുതലായിട്ട് കാണിക്കും എന്നുള്ളതാണ്. കസ്റ്റം ഗൂഗിൾ ട്രാക്കിംഗ്. അപ്പം ഈ ട്രാക്കിങ്ങിൻ്റെ ഏരിയയിൽ നമുക്ക് ഈ പറയുന്ന ട്രാക്കിംഗ് കോഡുണ്ട്. ആ കോഡ് നമുക്ക് വെബ്സൈറ്റിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ഏരിയയിൽ പോയിട്ട് പുതിയൊരു ടാഗ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ ഓൾറെഡി ഈ ടബുല ട്രാക്കിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ക്രിയേറ്റ് ആൻഡ് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഓൾറെഡി സെലക്റ്റഡ് ആണ്. നമ്മൾ എവിടെയും കൊടുത്തിട്ടുള്ള ഇത് ഓൾറെഡി സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ക്യാമ്പയിൻ സെറ്റപ്പ് ആണ്. എന്ന് വെച്ചാൽ ക്രിയേറ്റീവും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പം നമുക്ക് നെറ്റ് ഫോർമാറ്റ് ക്രിയേറ്റീവ് മോഡ്, പലതരത്തിലുള്ള ക്രിയേറ്റീവ് മോഡ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് മൗസ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ താഴത്തായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും ഇതിനെ കുറിച്ച് എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് ഈ നെയിം കൊടുക്കാം. കസ്റ്റം അപ്പം ഇനി ലാൻഡിങ് URL ആണ് നിങ്ങൾക്ക് ഇനി കൊടുക്കേണ്ടത്. എന്നാൽ ഇതിൽ നമ്മൾ സൈനപ്പ് ചെയ്യുമ്പം www.markdash.com എന്ന് പറയുന്ന ഒരു സൈനപ്പ് പേജാണ് കൊടുത്തിരിക്കുന്നത്. കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് തന്നെ നമുക്കൊരു പിന്നെ സെപ്പറേറ്റ് ഒരു ഇമേജ് ആഡ് ചെയ്യാവുന്നതാണ്. ജനറേറ്റ് വിത്ത് AI എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് ഇമേജിൽ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഇപ്പോൾ തൽക്കാലം കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. പോസ്റ്ററും കാര്യങ്ങൾ കൊടുക്കാവുന്നതാണ്.
ലോഡ് ആകട്ടെ. ഓക്കെ, വെയിറ്റ് ചെയ്യുക, കുറച്ച് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, സേവ് ഇമേജ് കൊടുക്കുക. ആഡ് മോഷൻ അങ്ങനെയുള്ള കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് അതൊന്നും ഇപ്പം കൊടുക്കണ്ട. എന്ന് വെച്ചാൽ അത് AI റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇനി കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടെക്സ്റ്റ് കൊടുക്കണം നമുക്ക്. ഓക്കെ, ടെക്സ്റ്റ് നമുക്ക് ഇപ്പം ഒരു കാര്യം ചെയ്യാം, ഹെൽപ്പ് മീ റൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൽ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാണ്ട് ഇപ്പോൾ ചെയ്യുന്നത്, അപ്പോൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുവാണെങ്കിൽ വാട്ട് ഈസ് യുവർ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് കൊടുക്കുവാണെങ്കിൽ വാട്ട് ഈസ് യുവർ യുണീക് സെല്ലിംഗ് പൊസിഷൻ. ആയിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഹെഡ്ലൈനും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ വന്നിട്ടുണ്ട്, ഹെഡ്ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലൈൻ നമുക്ക് യുവർ ഡ്രീം വില്ല ഇൻ കൊച്ചി. സൈഡിൽ കാണിക്കുന്നുണ്ട് നമ്മൾ എന്താണ് അടിച്ചു കൊടുക്കുന്നത്, അതനുസരിച്ച് നമുക്ക് സൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ലക്ഷറി ലിവിങ് ഇൻ കൊച്ചി നല്ല അടിപൊളിയായിട്ട് തന്നെ അത് കാണിക്കുന്നുണ്ട്. നമുക്കൊരു വേറൊരു ഓപ്ഷൻ ഇതും കൂടെ കൊടുക്കാം.
ഓക്കെ. അപ്പോൾ രണ്ടെണ്ണം ഇവിടെ കാണിച്ചു. ഡിസ്ക്രിപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇത് പിന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായി. നമുക്ക് കോൾ ടു ആക്ഷൻ ബട്ടൺ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇഗ്നോറല്ല, പ്രീ ഓർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അടിപൊളിയായിരിക്കും. അത് സബ്മിറ്റ് കൊടുക്കുക. പിന്നെ പേയ്മെന്റ് മെത്തേഡ് ആണ് ചോദിക്കുന്നത്. പേയ്മെന്റ് മെത്തേഡ് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഇതില് പേയ്മെന്റ് മെത്തേഡ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പം അത് ഡു ലേറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. പെൻഡിങ് റിവ്യൂ കാണാൻ വേണ്ടി പറ്റും. മേളിൽ തന്നെ ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്, കിടപ്പുണ്ട്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഇത് ആഡ്സ് റൺ ചെയ്യുമ്പം നമുക്ക് അനലിറ്റിക്സും കാര്യങ്ങളും ചാർട്ട് എല്ലാം നമുക്ക് നോക്കാനുള്ള ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അല്ലാതെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ക്യാമ്പയിൻ, അപ്പം ഏത് ക്യാമ്പയിൻ ആണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പം ക്യാമ്പയിൻ റിവ്യൂല് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഓൾറെഡി ഗൂഗിൾ ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് സെയിം ഇന്റർഫേസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തബുല്ലയില് അവര് പിന്നെ OEM എന്ന് പറയുന്നൊരു സെഗ്മെന്റിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽസ് ആണ് ഈ പറയുന്ന ഷവോമി അല്ലെങ്കിൽ സാംസങ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ സൈഡിലോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഹോം പേജിൽ തന്നെ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ ന്യൂസസ് കാണാൻ വേണ്ടി പറ്റും. അതെല്ലാം ഇവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അതിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് കാണാൻ വേണ്ടി പറ്റും. അഡ്വർടൈസ്മെന്റ് കാണുക എന്ന് പറയുമ്പോൾ നേറ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുക. നെഗറ്റീവ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ അഡ്വർടൈസ്മെന്റ് ആണെന്ന് തോന്നത്തില്ല, നമുക്ക് ന്യൂസ് പോലെയൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യും, അത് ആ ഒരു ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ന്യൂസ്, അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് ആണെന്ന് അറിയാതെ നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നെഗറ്റീവ് ആഡ്സിലൂടെ. അതാണ് നെഗറ്റീവ് ആഡ്സ് ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളോ അല്ലെങ്കിൽ യൂട്യൂബോ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെയുള്ള കുറേയധികം അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസിന് താഴത്തായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇതിലൊന്നും ഇല്ല, ഇതിൽ ഞാൻ ഫ്രഷ് ആയിട്ട് എടുത്തത് കൊണ്ട് ഇതിൽ വേറെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് പിന്നെ മെയിനായിട്ട് പറയുന്നത് ട്രാക്കിംഗ് ആണ് കേട്ടോ. ട്രാക്കിങ് പിന്നെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്താൽ മാത്രമാണ് ഇത് അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാത്തുന്നത് പ്രോപ്പറായിട്ട് ട്രാക്ക് ആയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷനൊക്കെ നമ്മൾ മറക്കാതെ തന്നെ അത് ഫില്ലപ്പ് ചെയ്ത് പോവുക. ഓക്കെ. ഇത്രയാണ് ഈ ഒരു തബുല്ല എന്ന് പറയുന്ന പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റിൽ വരുന്ന. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടി, ഈ അഡ്വർടൈസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഓൺലൈനിൽ തന്നെ ഉണ്ട്. ഇപ്പം ഫോൺ പേ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ
OLX തന്നെ ബാനർ ആഡ്സ് ഉണ്ട്, അതുപോലെ കുറേ അധികം അഡ്വർടൈസ്മെന്റ് പല ഏരിയാസിലുണ്ട്. അപ്പം അതിലെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഏത് ഏരിയാസിലാണ് കൂടുതൽ ലീഡ്സും കാര്യങ്ങളും കിട്ടുക എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴത്ത് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതുമായിട്ട് റിലേറ്റഡ് ഉള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ നോക്കുന്നത് OLX നമുക്ക് കുറേ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് OLX ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ OLX നമുക്ക് ജസ്റ്റ് നമ്മൾ OLX ആഡ് ചെയ്യുമല്ലോ, ഇപ്പൊ എന്തെങ്കിലും ഒരു ജോബ് അപ്പം ഫീച്ചേർഡ് ആഡ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാം. അതുപോലെ തന്നെ അതിൽ ബാനർ ആഡ്സ് വരുമല്ലോ ഇടയ്ക്കും മുകളിലേക്ക് ആയിട്ട്, അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതൊക്കെ കാണിക്കുന്ന രീതിയിലൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.